ഇതാ നോക്കൂ, നല്ല സോഫ്റ്റാണ്. എൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്തു. ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു നെയ്യപ്പമാണ്. അപ്പം ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റില്ലെന്നായിരുന്നു. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും നമ്മളൊന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതി. എണ്ണയുടെ ചൂടും മാവ് ശരിയാക്കി വെക്കുന്നതും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പറയാം. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. 240 ml ഈ കപ്പിന് 2 കപ്പ് അരി ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടതാണ്. ഇപ്പോൾ രാവിലെ ഒരു 8-9 മണിയൊക്കെ ആയി. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇനിയിപ്പോൾ വെള്ളത്തിൽ നിന്ന് വാരി അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടും വെള്ളം വേണ്ട. അപ്പോൾ ഒട്ടും വെള്ളം വേണ്ടാതെ നമ്മൾ ശർക്കര പാനി വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് വെള്ളം ചെയ്യാൻ വെക്കുകയാണ്. ഓക്കെ ഓക്കെ 150 ഗ്രാം ശർക്കരയാണ് ഇതിൻ്റെ ആവശ്യത്തിന്. ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, കാരണം ഈ പാനി വെച്ച് മാത്രമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഈ കപ്പിന് ഒരു 1/4 കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ. 1/4 കപ്പ് വെള്ളം, താഴെ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അത്രയും വെള്ളം മുന്നേ അത് അരിച്ച് തണുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ അരയ്ക്കുന്നത് കാണിച്ചു തരാം. അരയ്ക്കുന്നത് അങ്ങ് നല്ല ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല. ഒരു തരി വേണം. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പാകവുമായിരിക്കണം. ഓക്കെ. നമ്മൾ അങ്ങനെ ശർക്കര പാനി തണുത്തു. ഇനി അത് അരച്ചെടുക്കണം. ഇതിന് ശർക്കര പാനിയുടെ കാര്യം പറയാൻ എന്താ പറയുക, അത് കുറച്ച് വെള്ളത്തിലേ അത് ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളമായാൽ നമ്മുടെ ഇതിൽ മധുരവും കിട്ടത്തില്ല, പിന്നെന്താണ് പുളിയും അല്ല, മധുരം കിട്ടത്തില്ല. മറ്റേ ഇത് അങ്ങ് വെള്ളം പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ അലിയിച്ചെടുക്കുക നമ്മുടെ ശർക്കര പാനി. അതാണ് പിന്നെ ആ പാനിയുടെ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ആ അരി അരച്ചെടുക്കുക. അപ്പം ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുന്നു. അത് ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 5-8 ഏലക്ക. ഇനി അരി കുറേശ്ശെ അരച്ചെടുക്കാം. ഒരൊറ്റ അടിക്ക് അരയ്ക്കാൻ പറ്റില്ലത്, കുറേശ്ശെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താ ആദ്യത്തെ ട്രിപ്പ് ഞാൻ തരിയായിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇട്ടിട്ട് നമുക്ക് സംഭവം കുറച്ചൊഴിച്ച് അരച്ചെടുക്കാം. അരച്ചു. ഇത് കണ്ടോ, ഇങ്ങനെ തരി വേണം, അല്ലാതെ ഫൈനായി പൊടിക്കാൻ പാടില്ല. തരി വേണം. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുത്തതും രണ്ടാമത്തെ എന്താ അരയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെയ്യപ്പത്തിൻ്റെ ഉള്ളിലുള്ള സംഭവം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ പഴം ചേർക്കും. പഴം ചേർത്താൽ അത് ഉണ്ണിയപ്പം ആയിപ്പോവും, ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിപ്പോവും, നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പിന്നെ ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ബാക്കി അരിയും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് കാണിക്കാം. രണ്ടാമത്തതും നമ്മൾ അരച്ചെടുത്തു. ഇതിനകത്ത് 2 സ്പൂൺ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. നമ്മളിതിനകത്ത് സോഡാപ്പൊടിയോ അങ്ങനെ വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരു 5-6 മണിക്കൂർ ഇത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ. 6-7 മണിക്കൂറായി. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല, കാരണം ഇത് നമ്മുടെ ദോശമാവിൻ്റെ കണക്കൊന്നും പൊങ്ങി വരില്ല. അപ്പം ഇനി ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടിയിരിക്കുന്നു. എന്തിന്? കാരണം ഇത് ഇങ്ങനെയല്ല, ഇച്ചിരി കൂടെ ഒന്ന് ലൂസാവണം. അപ്പം നമ്മൾ ഇനി ചേർക്കുന്നത് എള്ളാണ്. അത് തികച്ചും ഓപ്ഷണലാണ്. കാരണം ഇത് എള്ള് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. എള്ള് വേണ്ട, അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. എന്നിട്ട് ഞാൻ ഇനി എന്തായാലും നെയ്യപ്പം അല്ലേ, ഇച്ചിരി നെയ്യിൽ നാളികേര കഷ്ണങ്ങൾ വറുത്തിട്ട് ഇടാൻ വിചാരിക്കുന്നു.
2 സ്പൂണ് നെയ്യ് ചേർക്കുകയാണേ. എന്തായാലും നെയ്യപ്പം അല്ലേ, നെയ്യ് വേണമല്ലോ. അപ്പോൾ മാവ് നാളികേര കഷ്ണങ്ങൾ നാളികേര കഷ്ണങ്ങളൊക്കെ ശരിയായി. ഇനി ഇത് തണുത്തിട്ട് വേണം അതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പം നമുക്ക് തണുത്തിട്ട് ഒഴിച്ചിട്ട് കാണിക്കാം. എല്ലാം നല്ലപോലെ മൂത്ത് ഞാൻ അതിലേക്ക് തട്ടിയിട്ടെ. ഇതും ഓപ്ഷനിലാണ്. നെയ്യ് ഇത്തിരി വേണമെങ്കിൽ ചേർക്കാം. ഇനി നെയ്യ് ഇത്തിരി നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് യോജിപ്പിച്ചിട്ട്. ഇത് പോരാ കേട്ടോ, നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക, ഇഡ്ലി മാവിൻ്റെ ഒരു പരുവായിരിക്കണം. അപ്പോൾ ഈ തവിക്ക് ഒരു തവി വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കട്ടെ, ശരിയാവോ? അല്ല, വെള്ളം കൂട്ടാനേ പാടില്ല കേട്ടോ. അഥവാ വെള്ളം കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കിണ്ണത്തപ്പം ഉണ്ടാക്കി ഈ പാകം ഇങ്ങനെ വിട്ട് നിൽക്കുന്ന പാകം എനിക്ക് ഒഴിക്കുന്ന പുറകോട്ട് പിടിക്കും. എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം ഇതൊഴിക്കാൻ. ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യത്തെ അപ്പം ഈശ്വര അയ്യപ്പൻ്റെ അമ്മ ഇന്ന് താഴ്ത്തി ഒഴിക്കണം. അയ്യോ ശരിക്കും വീട് ഈശ്വര. എന്നിട്ട് അത് തന്നെ പൊങ്ങി വരും. പൊങ്ങി വന്നില്ലെങ്കിൽ തന്നെ പൊങ്ങി വരും. പൊങ്ങി വന്നത് നമുക്ക് ബോട്ടൊക്കെ ആയിട്ട് ഇറങ്ങാം. തന്നെ പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊരു ജോലിയുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ആ നെയ്യപ്പത്തിനൊരു ചിറകൊക്കെ ഇല്ലേ, അത് നല്ലപോലെ മൊരിയാൻ വേണ്ടി ചിറകും ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിടണം. ഒന്ന് ആയി തിരിച്ചിടുമ്പോൾ തീ കുറയ്ക്കണം. തീ കുറച്ച് ഇങ്ങനെ തട്ടിക്കളിക്കണം. ഓക്കേ. ഒരു ഭാഗം ഗോൾഡൻ കളറാകുമ്പോൾ എന്താ നമ്മൾ തിരിച്ചിടുമല്ലോ, തിരിച്ചിടുന്നൊന്നെ തിരിച്ചിട്ടിട്ട് തീ കുറയ്ക്കണം. അപ്പോഴേ ഉള്ളിലൊക്കെ വേവുള്ളൂ, ഇല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല. അതിനെ കഴിച്ചിട്ടുണ്ടോ നെയ്യപ്പം? ഇല്ല. എന്താ നെയ്യപ്പം? അല്ല, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും നെയ്യപ്പം കണ്ടിട്ടില്ല. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചിട്ട് ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അതുമില്ല. അതുമില്ലേ? ഓക്കെ. ആദ്യത്തെ നെയ്യപ്പം നല്ല സക്സസ് ആയി വന്നു. ഭഗവാനി കണ്ട സൈഡിലൊക്കെ നല്ല കുലിസിട്ട പോലെ മൊരിമരാന്നിരിക്കുന്ന കണ്ടോ? ആദ്യത്തെ നെയ്യപ്പം. ആദ്യത്തെ നെയ്യ് നമ്മൾ തീ അങ്ങ് സിമ്മിലാക്കിയായിരുന്നല്ലോ. ഇനി തീ വീണ്ടും കൂട്ടി കൊടുക്കണം. കൂട്ടി കൊടുത്തിട്ട് നല്ല തിളയ്ക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് താഴ്ത്തി ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ക്യാമറ പിടിക്കുന്നോണ്ടാ എനിക്ക് ശരിക്കും അങ്ങോട്ട്. അല്ല, ക്യാമറയ്ക്ക് വരെ ഞാൻ നോക്കിയാൽ മതി. അതോടെ പൊങ്ങി വന്നിട്ട് നീ പറ്റും. വാട്ട് നോൺസെൻസ്. ഇങ്ങനെ നമ്മളിങ്ങനെ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്താ പറയുക, സൈഡെല്ലാം ചിറകൊക്കെ ഇങ്ങനെ നല്ല കുലിസിട്ട നെയ്യപ്പം പോലെ ആവും. നമ്മൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയത്. ഇതുപോലെ തന്നെ ഇത്ര 8 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല.
8 മണിക്കൂർ വൈകണേ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സോഡാപ്പൊടി ഇട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. എനിക്ക് 15 നെയ്യപ്പം കിട്ടി. മാത്രം ഓർത്താൽ മതി, നല്ല ചൂടിൽ കോരി ഒഴിക്കുക. ഓക്കെ, ലാസ്റ്റത്തെ ഞാൻ കോരി ഒഴിക്കുകയാണേ. ലാസ്റ്റത്തെ അത് ഇച്ചിരി ചെറുതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ അടുത്തോട്ട് എണ്ടയല്ല, ഇങ്ങനെ ഒഴിക്കുക. ലാസ്റ്റത്തെ ആയതുകൊണ്ട് മാവ് കുറച്ച് കുറവാണേ. പൊങ്ങി വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കുക. എണ്ണ കോരി ഒഴിക്കുന്നത് ആ ചിറക് വരുന്നതിനാണ്. സൈഡിൽ ആ കൊലുസ് പോലെ ഫ്രില്ല് പോലെ കരിഞ്ഞു വരില്ലേ, നല്ല ഡ്രൈ ആയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കോരി ഈ തിളച്ച എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിടുമ്പോൾ തീ കുറയ്ക്കുക. പിന്നെ തീ കുറച്ച് ആ തീയിൽ വേണം അത് വേവിച്ചെടുത്ത്, കുറഞ്ഞ തീയിൽ. ഓക്കെ, ഇതാ നോക്കൂ, നല്ല സോഫ്റ്റാണ്. എൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്തു. കണ്ടോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാടും ഇല്ല ഉണ്ടാക്കിയെടുക്കുന്നതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്താ കണ്ടോ, ഇങ്ങനെ മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണ കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.